ഹലോ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും സാറ്റർഡേയ്സിലാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ടിങ്ങും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഫുഡ് പരിപാടിയും കാര്യങ്ങളും എല്ലാം കൂടുതലും സാറ്റർഡേയ്സിലാണ്. ഫ്രൈഡേയ്സിലും അങ്ങനെ ഇപ്പോൾ അധികം ഇറങ്ങാറില്ല. സൺഡേയ്സിലും ഒരുപാട് ഇറങ്ങാറില്ല. അത്യാവശ്യങ്ങൾ വരുമ്പോൾ ഇറങ്ങും. എങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഔട്ടിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക പുറത്ത് പോകുന്നതും ഫുഡ് അടിക്കൽ കാര്യങ്ങളും എല്ലാം സാറ്റർഡേയിലാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഒരു കപ്പ് ചൂട് ചായ എടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് ഇന്ന് വെള്ളയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ്. ഞാൻ മുട്ടക്കറി എന്ന് പറയുന്നത് കുറച്ച് ഗ്രേവി നീട്ടി, അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മുട്ടക്കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. ഞാൻ പറഞ്ഞു ഒരു സമയം തേങ്ങ ഒക്കെ ചേർത്ത് അരച്ച് വെക്കാനായിട്ട് ടൈം ഇല്ലായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി വെച്ചതാണ്. പക്ഷേ ഇന്നത്തത് തേങ്ങ ഒക്കെ അരച്ച് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഒരു മുട്ട റോസ്റ്റ് രീതിയിലല്ല, ഒരു മുട്ടക്കറി, മുട്ട ഒഴിച്ചുകറി രീതിയിലാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരല്പം തിരക്ക്, ഒരു ബിസി ഡേ ആണ്. അപ്പോൾ നമ്മുടെ ബിസി എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം, മുന്നോട്ട് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ രാവിലെ തന്നെ 2 ചൂട് വെള്ളയപ്പം, അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് മുട്ടക്കറി ഒഴിച്ചു. ഞാനിതിൽ പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഒരു സ്വീറ്റ്നെസ്, ഒരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു എരിവായിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും വെള്ളയപ്പവും ചൂട് ചായയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇക്കായ്ക്ക് ഉള്ളത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇക്ക വരുന്നതേ ഉള്ളൂ കഴിക്കാനായിട്ട്. എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരല്പം ലേറ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് സാറായ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഓവർ സ്പൈസി ആയിട്ടുള്ള കറീനെക്കാളും കുറച്ച് തേങ്ങ ഒക്കെ ചേർത്ത് അരച്ച കറി നമുക്ക് ഇഷ്ടമാണ്. കുറച്ചൊരു ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള സ്പൈസ് കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആസ്വദിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും കുറച്ച് സ്പെഷ്യലാണ്, ഡിന്നറും കുറച്ച് സ്പെഷ്യലാണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു. കട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ആപ്പിളും ഒരു ഓറഞ്ചും എടുത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ കുട്ടികളെയൊക്കെ റെഡിയാക്കി നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷൻ, വീക്കെൻഡാണ്, സാറ്റർഡേ ആണ് എങ്കിൽ പോലും ലഞ്ച് കുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ലഞ്ച് പൊതിച്ചോറ്, നമ്മൾ 2 പൊതിച്ചോറ് വാങ്ങിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ 2 പൊതിച്ചോറ് വാങ്ങിച്ചത് കൂടുതലായിപ്പോയി. ഒരു പൊതിച്ചോറിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇക്കാക്കും കൂടി 2 പൊതിച്ചോറ്, ഒരു പൊതിച്ചോറ് തന്നെ മതിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ടായിരുന്നു. നമ്മുടെ പൊതിച്ചോറെന്ന് പറയുന്നത് ഒഴിച്ചുകറിയായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള രസം ഉണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ മീൻകറി, പിന്നെ ഒരു ചെറിയ ബൗളിൽ പായസം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നീട് പൊതിച്ചോറ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കോവയ്ക്ക തോരനും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് പച്ചടി കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ, പിന്നെ തേങ്ങ ചമ്മന്തി, മാങ്ങ അച്ചാർ, പിന്നെ ഫിഷ് ഫ്രൈ, പിന്നെ മുട്ട പൊരിച്ചത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പൊതിച്ചോറ്. അപ്പം നമ്മുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ആദ്യമൊക്കെ ലഞ്ചും പൊതിച്ചോറും എല്ലാം ഭയങ്കര മീൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു, കടവത്തൂർ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇപ്പോൾ ആയപ്പോഴത്തേനും അവിടുത്തെ അത്ര പോരാ. അപ്പോൾ പൊതിച്ചോറാണേലും നോർമൽ മീൽസൊക്കെ ആണേലും കറികളൊക്കെ ആണേലും അത്ര പോരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പൊതിച്ചോറ് വാങ്ങിച്ചത് ഷെഫ് കഫേ എന്ന് പറഞ്ഞിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതാ ഒരു കൊണ്ടാട്ടം മുളക് പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പൊതിച്ചോറ് നമ്മൾ വാങ്ങിച്ചു. പക്ഷേ ഒരു പൊതിച്ചോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു. നെക്സ്റ്റ് ഒരു പൊതിച്ചോറുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്യാതെ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെച്ചു. അപ്പം നെക്സ്റ്റ് ഡേയിൽ കൈയിട്ടിളക്കാത്തത് കൊണ്ട് തന്നെ അത് ചീത്തയാവത്തില്ലല്ലോ. അപ്പം നെക്സ്റ്റ് ഡേയിൽ അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പൊതിച്ചോറ്, കാരണം രണ്ടും കൂടെ ഓപ്പൺ ചെയ്ത് കൈയിട്ട് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവും, കാരണം അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വാങ്ങിക്കുന്ന മീൻ പൊരിച്ചതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതാണ്. ഇത് പൊതിച്ചോറിലൊക്കെ വെച്ചതുകൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാമ്പാറും രസവും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റുള്ള അവിയലും എല്ലാം കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈയിടെയൊക്കെ പൊതിച്ചോറ് അല്ലെങ്കിൽ നോർമൽ മീൽസൊക്കെ വാങ്ങിച്ചിട്ട് അത്ര ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാതെ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത്. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ് ഓംലെറ്റും എല്ലാം. പൊതിച്ചോറിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കറികളിരിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് കുക്ക് ചെയ്യാതെ ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇന്ന് പുറത്തേക്ക് പോവാണ്. നമ്മളൊരു പാർക്കിൽ പോവാം, കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പാർക്കിൽ പോവാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരുപാട് ദൂരെയല്ല, ഒരു മുഷ്രിഫ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക്. അവിടെ ഇപ്പോൾ പാർക്കുകളിലൊക്കെ അടിപൊളിയാണ്. ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ സൂപ്പർ ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വേണം നമ്മൾ പോവാൻ. അപ്പോൾ അതാ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരത്തിനായിട്ട് പ്ലം കേക്ക് ഓരോ പീസ് പ്ലം കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. അതിന് ശേഷം ഞാൻ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മൾ ഇറങ്ങുകയാണ്. കുട്ടികൾക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിലിരുന്ന് കളിക്കാനായിട്ട് ടോയ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണ്. നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഇപ്പം തന്നെ പുറത്ത് നിൽക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ക്ലൈമറ്റാണ്. അപ്പോൾ അത് സാറായുടെ ബാഗിൽ ഞാൻ സാറായുടെ ടോയ്സും ഡ്രോയിങ് ബുക്കും സ്കെച്ച് പെന്നും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. സാറായുടെ ഐറ്റംസൊക്കെ സാറാനെ തന്നെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഉണ്ട്, 2-3 ഫാമിലീസ് അവിടേക്ക് വന്നേക്കും. അപ്പോൾ നമ്മൾ കുട്ടികളും ഫ്രണ്ട്സും ഫാമിലീസും എല്ലാമായിട്ട് ഒരുമിച്ച് നമ്മൾ കുറച്ച് നേരം പാർക്കിൽ പോയിട്ട് ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ക്ലൈമറ്റ് മുന്നോട്ട് ചേഞ്ചായി നെക്സ്റ്റ് വീക്കെൻഡ്സിലൊക്കെ നല്ല പ്രീ പ്ലാനോട് കൂടിയിട്ട്, അതായത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് ഒക്കെ അവിടെ പോയിരുന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ കുട്ടികളുടെ വണ്ടിയിലിരുന്ന് അവർ ബഹളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രോ ചെയ്യാനായിട്ട് ബുക്കും സ്കെച്ച് പെനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പാർക്കിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഉപ്പിലിട്ട പച്ചമാങ്ങ, ശരിക്കും ആ ബോട്ടിലിൽ കൂടുതൽ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് ചെനച്ചമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് പച്ചമാങ്ങ അല്ല ചെനച്ച മാങ്ങ എടുപ്പിച്ചതാണ്. ഉപ്പിലിട്ട ചെനച്ച മാങ്ങ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒമാൻ ചിപ്സ്. നമ്മൾ അവിടെ നിന്ന് വിട്ടു, നമ്മൾ ജസ്റ്റ് ഇത് പെട്രോൾ പമ്പിൽ കയറിയതാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ഒമാൻ ചിപ്സ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതിനിടെ ആയതുകൊണ്ടാണ് ഞാൻ കഴിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്നാക്സായിട്ട് വാങ്ങിച്ചിരുന്നത് കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ ഓണിയൻ പക്കോടിയും അതുപോലെ തന്നെ ബോണ്ടായും സമൂസായും അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മൾ മുഷ്രിഫ് പാർക്കിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു പാർക്കെന്ന് പറയുന്നത്. അപ്പോൾ പാർക്കിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പം പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ആരും ഇൻഡോർ പരിപാടീസ്, അതായത് മാൾ വിസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സീസണിൽ വളരെ കുറവാണ്.
കുറവാണ്. ഔട്ട്ഡോർ കാര്യങ്ങൾ, അതായത് പുറത്തെ തണുപ്പും ആ ഒരു സൂപ്പർ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ഔട്ട്ഡോറിലാണ്. അതുകൊണ്ട് ഔട്ട്ഡോർ രീതിയിലുള്ള എല്ലാ സംഭവവും ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. മുഷ്രിഫ് പാർക്കിൽ നമ്മൾക്ക് കയറാൻ വേണ്ടിയിട്ട്, എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാറിന് 10 ദിറംസ് വെച്ചിട്ട് പേ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. അപ്പോൾ ഇത് ഇക്കടെ ഫ്രണ്ടിൻ്റെ മോളാണ്, പിന്നെ എൻ്റെ മക്കളും. അപ്പോൾ ഇതാ നമ്മൾ പുറത്ത് നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുട്ടികളെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോയതിന് ശേഷം ഒരു മാറ്റൊക്കെ വിരിച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഊഞ്ഞാൽ ആടാനും അതുപോലെ തന്നെ മണ്ണിൽ കളിക്കാനും അങ്ങനെ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു, ജ്യൂസ് അതുപോലെ തന്നെ കൊണ്ടുപോയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഒരു കാര്യം അബദ്ധം പറ്റിയെന്നാന്ന് വെച്ചാൽ ഫ്ലാസ്കിൽ ചായ എടുക്കാൻ വിട്ടുപോയി. പുറത്ത് നല്ല തണുപ്പും നല്ല ചൂട് ചായയും കുടിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അതാണ് പ്രിപ്പറേഷൻ ഈ പ്രാവശ്യം കുറച്ച് കുറഞ്ഞു പോയി. നെക്സ്റ്റ് ടൈമിൽ പോകുമ്പോൾ കുറച്ചും കൂടെ വെൽ പ്രിപ്പയർ ആയിട്ട് നമുക്ക് പാർക്കിലൊക്കെ പോയിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറേ നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ച് ദുബായ് വർക്കയിൽ നമ്മൾ മുഷ്രിഫ് പാർക്കിൽ നിന്ന് വിട്ടതിന് ശേഷം വർക്കയിലെത്തി. വർക്കയിൽ നിന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത് പാകിസ്ഥാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ് തപ്പി എന്താണ് അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റും വേണമല്ലോ. അപ്പോൾ വർക്കയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റാണ്, അത്യാവശ്യം നല്ല ഒരു റെസ്റ്റോറൻറ്റായിട്ട് തോന്നി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് അവരിതാ ഒരു സ്പെഷ്യൽ ഐറ്റം, അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതെന്ന് പറയുന്നത് കേടും അതുപോലെ തന്നെ ജീരകവും ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സൊക്കെ അരച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസൊക്കെ വന്നു. പല ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. നമ്മൾ ഗാർലിക് നാനും ബട്ടർ നാനും ഓർഡർ ചെയ്തു. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ്, ഞാൻ ശരിക്കും പാകിസ്ഥാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു പ്രത്യേക ഐറ്റം ആയിരുന്നു. അതിൻ്റെ പേരെനിക്ക് വിട്ടുപോയി. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും റെസ്റ്റോറൻറ്റിൽ കയറിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഹണ്ടി, പിന്നെ ആ മട്ടനും ദാൽഗോഷ് കഴിക്കാനാണ് മെയിനായിട്ട് കയറിയത്. ദാൽഗോഷും നാനും കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ദാൽഗോഷ് എന്ന് പറയുന്ന ആ ഒരു പാകിസ്ഥാൻ ഡിഷ് എന്ന് പറയുന്നത് മട്ടനും ദാലും ഇട്ടിട്ട്, പിന്നെ നമ്മളൊരു ഗ്രീൻ ചിക്കൻ, അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്ലി കബാബ്, മീറ്റ് അടിച്ച് പരത്തി ഫ്ലാറ്റാക്കിയിട്ട് ഒരു ഫ്രൈഡ് ഫോം, അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ പാകിസ്ഥാൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു കഴിച്ചു. അപ്പോൾ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കൂടുതലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദാൽഗോഷ് കഴിക്കാനാണ് കയറിയത്. എനിക്ക് പാകിസ്ഥാൻ ഡിഷിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ഡിഷ് എന്ന് പറയുന്നത് ദാൽഗോഷാണ്. എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ